കേരളത്തിൽ അതിദരിദ്രരില്ലാത്ത ആദ്യ നിയമസഭാ മണ്ഡലമായി ധർമ്മടം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തി. കേന്ദ്ര സർക്കാരിന് പാവങ്ങളുടെ കാര്യത്തിൽ കൃത്യമായ നയമില്ലെന്നും കേരളം വേറിട്ട മാതൃകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിദരിദ്രരില്ലാത്ത കേരളത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ നിന്നു തന്നെ. 196 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചാണ് ധർമ്മടം ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലമായത്. പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി അതിദാരിദ്ര്യമുക്ത മണ്ഡല പ്രഖ്യാപനം നടത്തി. രാജ്യത്ത് ദരിദ്രരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ കേരളം ബദൽ നയങ്ങളിലൂടെ വേറിട്ട മാതൃക സൃഷ്ടിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിറഞ്ഞ സന്തോഷത്തോടെ ധർമ്മടം മണ്ഡലം അതിദാരിദ്ര്യ മുക്ത മണ്ഡലമായി മാറി എന്ന കാര്യം പ്രഖ്യാപിക്കട്ടെ. നമ്മുടെ സംസ്ഥാനം ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ്. അത് ഇന്ത്യ രാജ്യം തന്നെ രേഖപ്പെടുത്തിയ കാര്യമാണ്. എന്നാൽ അതിദരിദ്രരുടെ ശതമാനം കണക്കാക്കിയാൽ മറ്റു പല സംസ്ഥാനങ്ങളും വലിയ തോതിലാണ് ദരിദ്രാവസ്ഥ നിലനിൽക്കുന്നത്. അവരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തമാക്കാനുള്ള എന്തെങ്കിലും പരിപാടികളുണ്ടോ? ഇവിടെ നാം ചിന്തിക്കേണ്ട കാര്യം, ഇതൊക്കെ ഒരു സർക്കാരിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വമാണ്. ധർമ്മടം മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലായി 196 അതിദരിദ്ര കുടുംബങ്ങളെയാണ് ഏറ്റെടുത്തത്. ഇവർക്ക് പാർപ്പിടം, ഭക്ഷണം, ആരോഗ്യം, സ്ഥിര വരുമാനം എന്നിവ ഉറപ്പുവരുത്തി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വി ശിവദാസൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കണ്ണൂർ.